ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പീനിയൽ ഗ്ലാൻഡ്. വീഡിയോയിലേക്ക് പോകാം. ദ പീനിയൽ ഗ്ലാൻഡ്, ഓൾസോ നോൺ ആസ് എപ്പിഫൈസിസ് സെറിബ്രൈ ഓർ കൊനേറിയം, is a small endocrine gland in the brain of most vertebrates. The pineal gland produces melatonin, a serotonin-derived hormone which modulates sleep pattern in both circadian and seasonal cycles. പീനിയൽ ഗ്ലാൻഡിൻ്റെ മറ്റൊരു പേരാണ് എപ്പിഫൈസിസ് സെറിബ്രി. എപ്പിഫൈസിസ് സെറിബ്രി അല്ലെങ്കിൽ കൊനേറിയം. ഇത് കൂടാതെ തന്നെ പീനിയൽ ബോഡി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ചെറിയ എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. വെർട്ടിബ്രേറ്റ്സിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ബ്രെയിനിലാണ് അതിൻ്റെ ലൊക്കേഷൻ. പീനിയൽ ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് മെലാറ്റോണിൻ്റെ പ്രിക്കോസറിൻ്റെ പേരാണ് സിറോട്ടോണിൻ. മെലാറ്റോണിൻ സിന്തസൈസ് ചെയ്യുന്നത് സിറോട്ടോണിൻ എന്ന് പറയുന്ന പ്രിക്കോസർ കോമ്പൗണ്ടിൽ നിന്നുമാണ്. ഈ ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മോഡുലേറ്റ്സ് സ്ലീപ്പ് പാറ്റേൺസ് ഇൻ ബോത്ത് സിർക്കേഡിയൻ ആൻഡ് സീസണൽ സൈക്കിൾ. സ്ലീപ്പ് പാറ്റേൺസ് മോഡുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതെല്ലാം കേസിലാണ്? സിർക്കേഡിയൻ റിതം, അതുപോലെ തന്നെ സീസണൽ സൈക്കിൾസിൻ്റെയൊക്കെ കേസിലാണിത്. അപ്പോൾ സിർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സിർക്കേഡിയൻ റിതത്തിനുള്ള മറ്റൊരു പേരാണ് സിർക്കേഡിയൻ സൈക്കിൾ എന്ന് ഇത് അറിയപ്പെടും. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻറ്റേർണലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ അതിനെ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതിങ്ങനെ 24 മണിക്കൂർ, ഓരോ 24 മണിക്കൂറിലും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. Circadian rhythm or circadian cycle is a natural internal process that regulates the sleep-wake cycle and repeats roughly every 24 hours. It can refer to any process that originates within an organism. Endogenous ആണ് and responds to the environment. അപ്പോൾ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന സ്റ്റിമുലസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഓർഗനിസത്തിൻ്റെ ബോഡിയുടെ ഉള്ളിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സ്ലീപ്പ് വേക്ക് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ 24 മണിക്കൂറും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റേർണലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് സിർക്കേഡിയൻ റിതം അല്ലെങ്കിൽ സിർക്കേഡിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾ പിക്ചറിൽ ശ്രദ്ധിക്കുക. ദ ഷേപ്പ് ഓഫ് ദ ഗ്ലാൻഡ് റിസംബിൾസ് എ പൈൻ കോൺ. പൈൻ കോണിൻ്റെ ആ ഒരു സ്ട്രക്ചറുമായിട്ട് അതിന് സാമ്യമുണ്ട്. വിച്ച് ഗീവ്സ് ഇറ്റ്സ് നെയിം. അതുകൊണ്ടാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന പേര് വന്നത്. ദ പീനിയൽ ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ എപ്പിതലാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? is a posterior or dorsal of the diencephalon. ഡയൻസഫലോണിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിന് പറയുന്ന പേരാണ് എപ്പിതലാമസ് എന്ന്. ഈ എപ്പിതലാമസിൽ വേറെ എന്തെല്ലാം കാണപ്പെടുന്നുണ്ട്? ദ എപ്പിതലാമസ് ഇൻക്ലൂഡ്സ് ദ ഹെബനുലാർ ന്യൂക്ലിയൈ ആൻഡ് ദെയർ ഇൻ്റർകണക്റ്റിംഗ് ഫൈബേഴ്സ്, ദ ഹെബനുലാർ കമ്മീഷർ, ദ സ്ട്രയ മോഡുലാരിസ്. നമുക്കറിയേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ദ പീനിയൽ ഗ്ലാൻഡും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എപ്പിതലാമസിലാണോ എന്ന്. അപ്പോൾ പീനിയൽ ഗ്ലാൻഡും ഇതിനോടൊപ്പം കാണപ്പെടുന്നുണ്ട്. അപ്പം പീനിയൽ ഗ്ലാൻഡ് കാണപ്പെടുന്ന ആ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരെന്താണ്? എപ്പിതലാമസ്. നിയർ ദ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ ബിറ്റ്വീൻ ദ ടു ഹെമിസ്ഫിയേഴ്സ് ടക്കഡ് ഇൻ എ ഗ്രൂവ് വെയർ ദ ടു ഹാഫ്സ് ഓഫ് ദ തലാമസ് ജോയിൻ. അപ്പം ബ്രെയിനിൻ്റെ സെൻറ്റർ റീജിയനിലായിട്ട് രണ്ട് ഹെമിസ്ഫിയറിൻ്റെയും ഇടയിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? പീനിയൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. The pineal gland is one of the neuroendocrine secretory circumventricular organ. Neuroendocrine secretory gland എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. circumventricular organ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? These are structures in the brain characterized by their extensive and highly permeable capillaries. അവിടെ ഹൈലി പെർമിയബിൾ ക്യാപ്പിലറീസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രെയിനിൽ കാണുന്ന സ്ട്രക്ചറാണ്. അൺലൈക്ക് ദോസ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ ബ്രെയിൻ വെയർ ദർ എക്സിസ്റ്റ് എ ബ്ലഡ് ബ്രെയിൻ ബാരിയർ അറ്റ് ദ ക്യാപ്പിലറി ലെവലിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സർക്യൂംവെൻട്രിക്കുലാർ ഓർഗൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്.
ഇൻ വിച്ച് ക്യാപ്പിലറീസ് ആർ മോസ്റ്റ്ലി പെർമിയബിൾ ടു സൊല്യൂട്ട്സ് ഇൻ ദ ബ്ലഡ്. അപ്പോൾ ഈ ക്യാപ്പിലറീസ് ഒക്കെ കൂടുതലും ബ്ലഡിൽ കാണപ്പെടുന്ന സൊല്യൂട്ട്സിനെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ, ദ പീനിയൽ ഗ്ലാൻഡ് ഈസ് എ കൈൻഡ് ഓഫ് atrophied photoreceptor. In the epithalamus of some species of amphibians and reptiles, it is connected to a light-sensing organ known as the parietal eye, which is also called the pineal eye or third eye. അപ്പം ആംഫിബിയൻസിൻ്റെ കേസിലും റെപ്റ്റൈൽസിൻ്റെ കേസിലും എപ്പിതലാമസ് ഒരു ലൈറ്റ് സെൻസിങ് ഓർഗനുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് പറയുന്ന പേരാണ് പരേറ്റൽ ഐ അല്ലെങ്കിൽ പീനിയൽ ഐ എന്നും തേർഡ് ഐ എന്നും അറിയപ്പെടുന്നു. പീനിയൽ ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ തേർഡ് വെൻട്രിക്കിൾ ആൻഡ് ഈസ് ബാത്ത് ഇൻ cerebrospinal fluid supplied through a small pineal recesses of the third ventricle which projects into the stalk of the gland. Pineal gland ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തേർഡ് വെൻട്രിക്കിളിനും ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ടാണ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ ബാത്ത് ചെയ്ത അവസ്ഥയിലാണ് പീനിയൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. വളരെ ചെറിയ പീനിയൽ റീസസ്, തേർഡ് വെൻട്രിക്കിളിൻ്റെ പീനിയൽ റീസസ് ഒറിജിനേറ്റ് ചെയ്ത് അത് പീനിയൽ ഗ്ലാൻഡിൻ്റെ സ്റ്റാക്കിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. മാമൽസിൻ്റെ കേസിൽ മെയിനായിട്ടും പീനിയൽ ഗ്ലാൻഡിൽ കാണപ്പെടുന്ന 95% പീനിയൽ ഗ്ലാൻഡിൽ കാണപ്പെടുന്ന സെല്ലാണ് പീനിയലോസൈറ്റ്. കൂടാതെ തന്നെ ഗ്ലിയൽ സെൽസും കാണപ്പെടുന്നുണ്ട്. ഗ്ലിയൽ സെൽസ് പീനിയലോസൈറ്റിൽ നിന്നുമാണ് മെലറ്റോണിൻ്റെ സിന്തസിസും സെക്രീഷനും നടക്കുന്നത്. പീനിയലോസൈറ്റിൽ നിന്നുമാണ് മെലറ്റോണിൻ്റെ സിന്തസിസും സെക്രീഷനും നടക്കുന്നത്. In mammals, the main cell type are pinealocyte 95%, followed by scattered glial cells, astrocytic and phagocytic subtypes. Pinealocytes are responsible for the synthesis and secretion of melatonin. Both melatonin and its precursor serotonin, which are derived chemically from the substance tryptophan and are synthesized in the pineal gland. ട്രിപ്റ്റോഫാനിൽ നിന്നുമാണ് മെലറ്റോണിൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അത് പീനിയൽ ഗ്ലാൻഡിലാണ് ഇതിൻ്റെ സിന്തസിസ് നടക്കുന്നത്. പീനിയൽ ഗ്ലാൻഡിലെ പീനിയലോസൈറ്റിൽ വെച്ചിട്ടാണ് മെലറ്റോണിൻ്റെ സിന്തസിസും സെക്രീഷനും നടക്കുന്നത്. Melatonin concentrations also are higher in the cerebrospinal fluid of the third ventricle of the brain than in the cerebrospinal fluid of the fourth ventricle or in the blood. That suggests that melatonin is also secreted directly into the cerebrospinal fluid. ബ്രെയിനിലെ തേർഡ് വെൻട്രിക്കിളിലുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലെ മെലറ്റോണിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. എന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫോർത്ത് വെൻട്രിക്കിളിലുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലെ മെലറ്റോണിൻ്റെ അളവും ബ്ലഡിലെ മെലറ്റോണിൻ്റെ അളവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തേർഡ് വെൻട്രിക്കിളിലുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലുള്ള മെലറ്റോണിൻ്റെ അളവാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, മെലറ്റോണിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി ഇൻ ടു ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് റെഗുലേഷൻ ഓഫ് മെലറ്റോണിൻ പ്രൊഡക്ഷൻ ഫ്രം ദ പീനിയൽ ഗ്ലാൻഡ്. മെലറ്റോണിൻ പ്രൊഡക്ഷൻ ഇൻ ദ പീനിയൽ ഗ്ലാൻഡ് ഈസ് റെഗുലേറ്റഡ് ബൈ ദ ലൈറ്റ് dark signals that are detected by the retina. These signals pass through the retinohypothalamic tract and the suprachiasmatic nucleus to the pineal gland. ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഡേ ടൈം ആണെങ്കിൽ ലൈറ്റ് റെറ്റിനയിൽ വന്ന് പതിക്കുമ്പോൾ റെറ്റിനയിൽ നിന്നും ചില സിഗ്നൽസ് സുപ്രാചയസ്മാറ്റിക് ന്യൂക്ലിയസിലേക്ക് എത്തിച്ചേരുന്നു. അത് റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്റ്റ് വഴിയാണ് സുപ്രാചയസ്മാറ്റിക് ന്യൂക്ലിയസിൽ എത്തുന്നത്. സുപ്രാചയസ്മാറ്റിക് ന്യൂക്ലിയസിൽ നിന്നും ഈ സിഗ്നൽസ് പീനിയൽ ഗ്ലാൻഡിലെത്തുകയും മെലറ്റോണിൻ്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി കണ്ടീഷൻ ഡാർക്കാണ് എങ്കിൽ, ഡാർക്കായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ
ഡാർക്ക് സ്റ്റിമുലസ് റെറ്റിനയിൽ നിന്നും സിഗ്നൽസിനെ റിലീസ് ചെയ്യിക്കുകയും റെറ്റിനയിൽ നിന്ന് പോകുന്ന സിഗ്നൽസ് റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്റ്റ് വഴി സുപ്രാചയസ്മാറ്റിക് ന്യൂക്ലിയസിൽ എൻ്റർ ചെയ്യുകയും സുപ്രാചയസ്മാറ്റിക് ന്യൂക്ലിയസിൽ നിന്ന് പീനിയൽ ഗ്ലാൻഡിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. പീനിയൽ ഗ്ലാൻഡിലെ പീനിലോസൈറ്റിൽ വെച്ച് മെലറ്റോണിൻ്റെ പ്രൊഡക്ഷനും സെക്രീഷനും നടക്കുന്നു. When eyes receives light from the sun, the pineal gland's production of melatonin is inhibited and the hormones produced keep the human awake. When the eyes do not receive light, melatonin is produced in the pineal gland and the human becomes tired. ലൈറ്റിൻ്റെ പ്രസൻസും ലൈറ്റിൻ്റെ ആബ്സെൻസും മെലറ്റോണിൻ്റെ സെക്രീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് പ്രസൻ്റ് ആണ് എങ്കിൽ മെലറ്റോണിൻ്റെ ഇൻഹിബിഷനാണ് നടക്കുന്നത്. ലൈറ്റ് ആബ്സെൻ്റ് ആണ് എങ്കിൽ മെലറ്റോണിൻ്റെ സെക്രീഷനും നടക്കുന്നു, മെലറ്റോണിൻ്റെ സിന്തസിസ് നടക്കുന്നു. Melatonin secretion is regulated by diurnal rhythms of the body. Its secretion is increased during sleep and decreased during the daytime. Its systemic effects are regulated by activating MT1. MT1 എന്ന് പറയുന്നത് മെലറ്റോണിനുമായിട്ട് ഹൈ അഫിനിറ്റി ഉള്ള ഒരു റെസപ്റ്ററാണ്. അതുപോലെ തന്നെ MT2 എന്ന് പറയുന്നത് റെസപ്റ്ററാണ്. അത് മെലറ്റോണിനോട് വളരെയധികം കുറഞ്ഞ അഫിനിറ്റി ഉള്ളൂ, ലോ അഫിനിറ്റി ഉള്ള റെസപ്റ്ററാണ്. ഇറ്റ് ഈസ് ഡീഗ്രേഡഡ് ഇൻ ദ ലിവർ ആൻഡ് കിഡ്നി. അതായത് പീനിയൽ ഗ്ലാൻഡിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന മെലറ്റോണിൻ്റെ റെസപ്റ്റേഴ്സ് ആയിട്ടുള്ള MT1ഉം MT2 ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. MT1നോട് അതിന് അഫിനിറ്റി കൂടുതലായിരിക്കും, MT2നോട് അഫിനിറ്റി കുറവായിരിക്കും. ഇത് ഡീഗ്രേഡ് ചെയ്യുന്നത് ലിവറിലും അതുപോലെ തന്നെ കിഡ്നിയിലും എത്തുമ്പോഴാണ്. ദിസ് പിക്ചർ ഷോവിങ് ബയോസിന്തസിസ് ഓഫ് മെലറ്റോണിൻ ആൻഡ് ഇറ്റ് റെഗുലേഷൻ. Non-epinephrine from sympathetic nerve fiber is the key regulator for melatonin synthesis. ഇവിടെ പിക്ചറിൽ 2 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് ഡേ ടൈമിലും രണ്ടാമത്തേത് നൈറ്റ് ടൈമിലെ റിയാക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ടൈമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്, ഗാബ എന്ന് പറയുന്നു, ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് റിലീസ്ഡ് ബൈ ന്യൂറോൺസ് ഓഫ് സുപ്രാകയസ്മാറ്റിക് ന്യൂക്ലിയസ് ഇൻ ടു ദ പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ്. സുപ്രാകയസ്മാറ്റിക് ന്യൂക്ലിയസിൽ നിന്നും പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസിലേക്ക് ഗാബ റിലീസ് ചെയ്യപ്പെടുകയും ബൈ ന്യൂറോൺസിനാൽ ഗാബ റിലീസ് ചെയ്യപ്പെടുകയും മെലറ്റോണിൻ്റെ റിലീസിനെ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി പീനിയൽ ഗ്ലാൻഡിലുള്ള പീനിലോസൈറ്റിൽ നിന്നും മെലറ്റോണിൻ്റെ സെക്രീഷൻ നടക്കാതെ വരികയും ചെയ്യുന്നു. ഇൻ നൈറ്റ് ടൈം നോർ എപ്പിനെഫ്രിൻ റിലീസ്ഡ് ഫ്രം സുപ്പീരിയർ സെർവിക്കൽ ഗാംഗ്ലിയ. നോർ എപ്പിനെഫ്രിൻ എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? സുപ്പീരിയർ സെർവിക്കൽ ഗാംഗ്ലിയ, ആക്ടിവേറ്റിംഗ് ദ പ്രൊജക്ഷൻ ഓഫ് പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ്. അപ്പം norepinephrine secreted from the superior cervical ganglia activating the projection of paraventricular nucleus to the preganglionic cell. അപ്പോൾ പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസിൽ നിന്നും അത് പ്രീ ഗാംഗ്ലിയോണിക് സെല്ലിലേക്ക് ആക്ടിവേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഇൻ്റർമീഡിയോ ലാറ്ററൽ സെൽ കോളത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതെവിടെയാണ് കാണുന്നത്? ഇൻട്രാമീഡിയോ ലാറ്ററൽ സെൽ കോളം എവിടെയാണ് കാണുന്നത്? സ്പൈനൽ കോഡിലാണ് കാണുന്നത്, സ്പൈനൽ കോഡിൽ. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? ഡേ ടൈം ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നൈറ്റ് ടൈമിൽ നടക്കുന്ന കാര്യം എന്താണ്? നോർ എപ്പിനെഫ്രിൻ റിലീസ്ഡ് ഫ്രം സുപ്പീരിയർ സെർവിക്കൽ ഗാംഗ്ലിയ ആക്ടിവേറ്റിംഗ് ദ പ്രൊജക്ഷൻ ഓഫ് paraventricular nucleus to the preganglionic cell into the intermediolateral cell column of the spinal cord. Thus further stimulates the beta-1 adrenergic receptors present in the pinealocyte.
പിനിലോസൈറ്റിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന β1 അഡ്രിനർജിക് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ആൻഡ് പ്രൊമോട്ട്സ് പ്രോട്ടീൻ കൈനേസ് എ PKA പ്രോട്ടീൻ കൈനേസ് എയുടെ സ്റ്റിമുലേഷൻ നടക്കുകയും ചെയ്യുന്നു. കോൺസിക്വൻ്റ്ലി escalation in the ANAT enzyme AANAT ANAT enzyme activity leads to the synthesis and release melatonin into circulation. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഗാബയുടെ റിലീസ് മെലറ്റോണിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് ഡേ ടൈമിൽ നടക്കുന്ന കാര്യമാണ്. നൈറ്റ് ടൈമിലാണെങ്കിൽ നോർ എപ്പിനെഫ്രിൻ്റെ റിലീസ് മെലറ്റോണിൻ്റെ സെക്രീഷന് കാരണമാകുന്നു. ഇനി നമുക്ക് മെലറ്റോണിൻ്റെ സിന്തസിസ് ഒന്ന് നോക്കാം. മെലറ്റോണിൻ ഈസ് സിന്തസൈസ്ഡ് ഫ്രം ട്രിപ്റ്റോഫാൻ. First, tryptophan is converted to form 5-hydroxytryptophan. 5-hydroxytryptophan by an enzyme tryptophan 5-hydroxylase. Tryptophan 5-hydroxylase. 5-hydroxytryptophan converted to form serotonin by an enzyme aromatic L-amino acid decarboxylase. Aromatic L-amino acid decarboxylase. Then the serotonin converted to form N-acetyl serotonin. N-acetyl serotonin by an enzyme serotonin N-acetyl transferase. Serotonin N-acetyl transferase. N-acetyl serotonin converted to form the final compound melatonin. N-acetyl serotonin converted to form melatonin by an enzyme hydroxyindole or methyl transferase. Hydroxyindole or methyl transferase. The final compound is melatonin. ഇനി നമുക്ക് മെലറ്റോണിൻ്റെ ഫങ്ഷൻ നോക്കാം. The main function of the pineal gland is to receive information about the state of the light-dark cycle from the environment and convey this information to produce and secrete the hormone melatonin. Induction and maintenance of nocturnal sleep. The special structure of melatonin determines its high efficiency in detoxifying free radicals based on its ability to donate an electron or a hydrogen atom or depending on radical type potentially by other means as well. മെലറ്റോണിൻ രണ്ട് രീതിയിൽ അതിൻ്റെ ഇഫക്ട്സ് നമ്മുടെ ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് റെഗുലേറ്ററി ഇഫക്ട്സും രണ്ട് പ്രൊട്ടക്റ്റീവ് ഇഫക്ട്സും. ഫസ്റ്റ് വൺ റെഗുലേറ്ററി ഇഫക്ട്സ് ഏതെല്ലാമെന്ന് നോക്കാം. ബോഡി ആൻഡ് ബോൺ മാസസ് റെഗുലേഷൻ, reproduction, sexual maturation, central and peripheral synchronizer, placenta, neural, glial development. ഇത്രയും കാര്യങ്ങളിലാണ് റെഗുലേറ്ററി ഇഫക്ട്സ് കാണിക്കുന്നത്. ഇനി പ്രൊട്ടക്റ്റീവ് ഇഫക്ട്സ് ഏതെല്ലാമെന്ന് നോക്കാം. ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ഷൻസ് ആൻഡ് ഓൺകോസ്റ്റാറ്റിക് ഇഫക്ട്സ്, ഇമ്മ്യൂൺ ആൻഡ് കാർഡിയോവാസ്കുലാർ സിസ്റ്റം, brain and gastrointestinal protection, psychiatric, sleep, neurological disorders. Pineal gland function and melatonin secretion can be impaired due to accidental and developmental conditions such as pineal tumors, craniopharyngiomas, injuries affecting sympathetic innervations of the pineal gland, rare congenital disorders, എക്സെട്ര. മെയിനായിട്ടുള്ള ഡിസോർഡേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ക്രേനിയോഫാരിഞ്ചിയോമ. In this case, patients often display low melatonin secretion as a result of suprachiasmatic nucleus impairment. that led to alternation in sleep pattern.
അടുത്തത് സ്മിത്ത് മാഞ്ചനിസ് syndrome is a congenital disorder due to haploinsufficiency of the retinoid acid induced gene involved in the regulation of the expression of circadian genes. Circadian genesന്റെ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്ന റെറ്റിനോയിക് ആസിഡ് ഇൻഡ്യൂസ്ഡ് ജീൻസിൻ്റെ ഹാപ്ലോ ഇൻസഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു കഞ്ചനറ്റൽ ഡിസോർഡറാണ് സ്മിത്ത് മാഞ്ചനിസ് സിൻഡ്രം എന്ന് പറയുന്നത്. പേഷ്യൻസ് പ്രസൻറ്റ് വിത്ത് ആൻ ഇൻവേർട്ടഡ് റിതമിക് മെലറ്റോണിൻ സെക്രീഷൻ ആൻഡ് സ്ലീപ്പ് ഡിഫിക്കൽട്ടീസ്. അടുത്തത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ASD. Low levels of melatonin have been consistently associated with ASD, autism spectrum disorder. The last enzyme in the synthesis of melatonin, acetyl serotonin oxymethyltransferase, has been associated with the susceptibility for ASD. അടുത്തത് ലൈറ്റ് ഇൻഡ്യൂസ്ഡ് മെലറ്റോണിൻ സപ്രഷൻ. ഇതിന് കാരണം എക്സ്പോസ് ടു ലൈറ്റ് ഡ്യൂറിങ് ദ ബയോളജിക്കൽ നൈറ്റ് ക്യാൻ സപ്രസ് മെലറ്റോണിൻ പ്രൊഡക്ഷൻ. ഇറ്റ് ഓൾസോ അസോസിയേറ്റഡ് ടു ഡെലിറ്റീരിയസ് ഇഫക്റ്റ് ഓൺ ഹെൽത്തി ഇൻഡിവിജ്വൽ which consequently increases estrogen production. About 50% increased risk to development of breast cancer. അതായത് ഡാർക്ക് ടൈമിൽ ലൈറ്റിൻ്റെ എക്സ്പോഷർ ഉണ്ടായി കഴിയുമ്പോഴേക്കും മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ സപ്രസ് ചെയ്യപ്പെടുന്ന ആ ഒരു കണ്ടീഷൻ കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള കണ്ടീഷനിൽ എത്തിച്ചേരുന്നു. ഇൻ സെവറൽ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ്, especially Alzheimer's disease and other types of senile dementia, levels of melatonin are frequently more strongly decreased than in age-matched controls. In many of these patients, the melatonin rhythm is practically abolished. This decline seems to frequently result from suprachiasmatic nucleus degeneration, reduced melatonin secretion. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. The pineal gland is one of the neuroendocrine secretory circumventricular organ located in the epithalamus near the center of the brain between the two hemispheres. Two types of cells are present in the pineal gland, pinealocyte and glial cells. Pinealocytes are responsible for the synthesis and secretion of melatonin. Then the regulation of melatonin secretion. Melatonin secretion is regulated by diurnal rhythm of the body. Its secretion is increased during sleep and decreased during the daytime. Its systematic effects are regulated by the activating MT1 with high affinity, MT2 with low affinity receptors. It is degraded in the liver and kidney. Then the functions of pineal gland. The main function of the pineal gland is to receive information about the state of the light and dark cycle from the environment and convey this information to produce and secrete the hormone melatonin, and induction and maintenance of nocturnal sleep. Two types of effects are produced within the body by pineal gland. First one is a regulatory effect and second one is protective effect. Then disorders associated with the pineal gland. First one, craniopharyngioma. Autism spectrum disorder is the second one. Then light induced melatonin suppression, Smith Mangenis syndrome. Okay friends, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.